ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരിക്കൽ കൂടെ ഈ ലൈനിൽ കടന്നു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവടിൻ്റെയും ജീവിതത്തിൽ നൽകപ്പെട്ട സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു. അതിന് വേണ്ടതായ മുഖാന്തരങ്ങൾ ഒരുക്കിയ സാമ്പുതരനോടും ദൈവനാമത്തിൽ എൻ്റെ നന്ദിയെ അറിയിക്കുന്നു. നമ്മൾ ഇവിടെ കേട്ടതുപോലെ അല്ലെങ്കിൽ പാടിയതുപോലെ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. താങ്ക് യു ലോർഡ്. എത്ര ശ്രേഷ്ഠകരമായിട്ടുള്ളതായ ഒരു പദവിയാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയിരിക്കുന്നത്. ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ, മക്കളാകുമ്പോൾ, ആ ലെവലിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ, പൂർണ്ണമായിട്ട് നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. ഞാനിവിടെ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ വചനം 2 രാജാക്കന്മാർ അതിൻ്റെ 5-ാമത്തെ അധ്യായത്തിൻ്റെ ചില വാക്യങ്ങളാണ്. നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായിട്ടുള്ളതായ ഒരു ഭാഗം തന്നെയാണ്. അതായത് ഒരു നയമാനും കുഷ്ഠരോഗിയായിരുന്ന നയമാൻ എപ്രകാരം ദൈവത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്നു എന്നും അതിന് പിന്നിൽ പ്രവർത്തിച്ചതായ ഒരു ഇസ്രായേൽക്കാരത്തിയായിട്ടതായ ഒരു ബാലികയെക്കുറിച്ചും ആണ് ഈ ഭാഗത്ത് പ്രത്യേകം പറഞ്ഞിരിക്കുന്നത്. അവിടെ നമുക്ക് അതിൻ്റെ 5-ാം അധ്യായത്തിന്റെ 2 കിങ് അതിൻ്റെ ചാപ്റ്റർ 5 അതിൻ്റെ 1 മുതൽ 4 വരെയുള്ളതായ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, 2 കിങ് 5-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ളതായ വാക്യം. താങ്ക് യു ലോർഡ്. രാജാവിന്റെ സേനാപതിപതിയായ നയമാൻ മുഖാന്തരം യഹോവ ആരാമിന് ജയം നൽകിയത് കൊണ്ട് അവന്റെ യജമാനൻ അവനെ മഹാനും മാന്യനുമായി എണ്ണി. അവൻ പരാക്രമശാലിയെങ്കിലും കുഷ്ഠരോഗിയായിരുന്നു. ആരാമ്യർ കവർച്ചപ്പടയായി വന്നിരുന്നപ്പോൾ ഇസ്രായേൽ ദേശത്തുനിന്ന് ഒരു ചെറിയ പെൺകുട്ടിയെ പിടിച്ചുകൊണ്ടു പോന്നിരുന്നു. അവൾ നയമാന്റെ ഭാര്യയ്ക്ക് ശുശ്രൂഷ ചെയ്തു വന്നു. അവൾ തന്റെ യജമാനൻ ശമരിയയിലെ പ്രവാചകന്റെ അടുക്കൽ ഒന്ന് ചെന്നെങ്കിൽ അവൻ അവന്റെ കുഷ്ഠരോഗം മാറ്റിക്കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞു. മതി. താങ്ക് യു ലോർഡ്. ഇവിടെ എന്താണ് നടക്കുന്നത്? താങ്ക് യു ലോർഡ്. അരാം രാജാവിന്റെ സേനാധിപതിയായ നയമാൻ മുഖാന്തരം യഹോവ അരാമിന് ജയം നൽകിയത് കൊണ്ട്. താങ്ക് യു ലോർഡ്. നിങ്ങൾ ആ ഭാഗം ഒന്ന് ശ്രദ്ധിക്കണേ. യഹോവ സേനാപതിയായ നയമാൻ മുഖാന്തരം യഹോവ അരാമിന് ജയം നൽകിയത് കൊണ്ട്. അരാമിന് അല്ലെങ്കിൽ സിറിയയ്ക്ക് എങ്ങനെയാണ് ജയം കിട്ടുന്നത്? താങ്ക് യു ലോർഡ്. ജയം കിട്ടുന്നതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് യഹോവയുടെ കരമാണ്, അല്ലെങ്കിൽ യഹോവയുടെ സാന്നിധ്യം. എങ്ങനെ അല്ലെങ്കിൽ സിറിയക്കാരനായ നയമാൻ ദൈവത്തെ അല്ലെങ്കിൽ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തിയല്ല. പക്ഷെ എന്നുണ്ടെങ്കിൽ അവനെക്കുറിച്ച് ദൈവത്തിന് ഒരു പ്ലാൻ ഉണ്ട്. അപ്പൊ നമ്മൾ ഈ സ്റ്റോറികളൊക്കെ പറയുമ്പോഴും നമ്മുടെ ദൈനംദിന ജീവിതത്തില് പലപ്പോഴും അറിയുന്നില്ല, അല്ലെങ്കിൽ പ്രയാസങ്ങൾ വരുന്നു, രോഗങ്ങൾ വരുന്നു, കഷ്ടങ്ങൾ വരുന്നു. പക്ഷെ എന്നുണ്ടെങ്കിൽ ഒരു ദൈവവൈതലിനെ കുറിച്ചുള്ളതായ ഉദ്ദേശവും പ്ലാനും എപ്പോഴും ദൈവത്താൽ നടത്തപ്പെടുന്നു, അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്ലാനും പ്രകാരം ആകുന്നു എന്നുള്ള കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. ആമേൻ, ഹല്ലേലൂയ. ഇവിടെ ആരാണ്? നയമാൻ കുഷ്ഠരോഗിയാണ്. പക്ഷെ എന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് പറയുന്നു യഹോവ അവന് ജയം നൽകി, യഹോവയുടെ സാന്നിധ്യം അവനോടുകൂടി ഉണ്ട് എന്നുള്ള കാര്യം കൂടെ നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് അവിടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ആമേൻ. യഹോവയുടെ സാന്നിധ്യമുള്ളതായ ഈ വ്യക്തി ആരായിരിക്കുന്നു ഇപ്പോൾ? കുഷ്ഠരോഗത്താൽ ആമേൻ അല്ലെങ്കിൽ കഷ്ടപ്പെടുന്നതായ, അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് വേർപെട്ടതായ ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന ഒരു മനുഷ്യനെയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. എങ്കിലും ദൈവം അവനെയും സ്നേഹിക്കുന്നു. ആരെ? ഈ ജാതീയനായിട്ടുള്ളതായ നയമാനെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. എങ്ങനെയാണ് ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുന്നു എന്നുള്ള കാര്യമാണ് പിന്നീട് നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കുന്നത്. ഒരു കാര്യം മനസ്സിലാക്കുക. അവൾ പറഞ്ഞത് പ്രകാരം, അല്ലെങ്കിൽ ഇസ്രായേൽക്കാരത്തിയായ ഈ ബാലിക തന്റെ യജമാനത്തിയോട് പറഞ്ഞ പ്രകാരം അവൾ അവളുടെ യജമാനത്തി അല്ലെങ്കിൽ അവളുടെ ഭർത്താവിനോട് താങ്ക് യു ലോർഡ് ഈ കാര്യം പറയുകയും, ഇസ്രായേൽക്കാരത്തി ബാലിക ഇപ്രകാരം ഒന്ന് പറയുന്നുണ്ട്, അതുകൊണ്ട് യജമാനൻ എവിടെ ചെല്ലണം? താങ്ക് യു ലോർഡ് അവളുടെ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ, പ്രവാചകനെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ, ഒന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൽ നിന്നുള്ളതായ വിടുതൽ ഉണ്ടാകും എന്ന് ആമേൻ അവളെ അറിയിക്കുകയാണ്. പക്ഷെ എന്നുണ്ടെങ്കിൽ ഒരു കാര്യം
കാര്യം നമുക്ക് ഇവിടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഈ കുഷ്ഠരോഗത്തിൽ നിന്നുള്ള വിടുതൽ എന്ന് പറഞ്ഞാൽ മാനുഷികമായ രീതിയിൽ അന്ന് ഹല്ലേലൂയ ആമേൻ ഒരു ട്രീറ്റ്മെന്റും ഉള്ളതായ ഒരു രോഗമല്ലായിരുന്നു. അത് വരുന്നവർക്ക് അവർ ആയുസ് മുഴുവൻ ആ രോഗത്താൽ പിടിക്കപ്പെട്ട് അവർ അതിൽ തന്നെ മരിക്കുന്നതായ ഒരു സിറ്റുവേഷനിലായിരുന്നു. ആ സ്ഥാനത്താണ് ഈ ബാലിക പറയുന്നത്, എന്റെ യജമാനൻ, അവൾ വളരെ ക്ലിയർ ആയിട്ട് പറയുവാണ്, എന്റെ യജമാനൻ ഹല്ലേലൂയ താങ്ക്യൂ പ്രവാചകന്റെ അടുത്തൊന്ന് ചെന്ന് കഴിഞ്ഞാൽ ഹല്ലേലൂയ അവന് സൗഖ്യം ലഭിക്കും. പൂർണ്ണമായ ഒരു വിശ്വാസത്തോടു കൂടിയാണ് ഈ പൈതൽ പറയുന്നത്, യജമാനന് സൗഖ്യം ലഭിക്കും. നമ്മൾക്ക് അങ്ങനെ പറയുവാൻ സാധിക്കുമോ? നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന ഇടങ്ങളിൽ നമുക്ക് അങ്ങനെ പറയുവാൻ സാധിക്കുമോ? നമ്മുടെ വിഷയങ്ങളുടെ മുഖത്ത് നമുക്ക് അങ്ങനെ പറയുവാൻ സാധിക്കുമോ? എൻ്റെ ദൈവത്തിന്റെ മഹത്വം ഞാൻ കാണുക തന്നെ ചെയ്യും. ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവത്തിന് സകലതും സാധിക്കുമെന്ന്. അതോ നമ്മൾ പേരിനു വേണ്ടി ഒരു വിശ്വാസിയെന്നോ പേരിനു വേണ്ടി നമ്മൾ ക്രിസ്ത്യാനികളെന്നോ പറഞ്ഞു പോകുന്ന ഒരു രീതിയിലാണോ ആയിരിക്കുന്നത്? ഈ ഇസ്രായേൽ ബാല്യക്കാരത്തെ പോലെ അനേകർ ഇവിടെ അടിമകളായിട്ട് കൊണ്ടുവന്നിരിക്കാം. അവിടെ ആക്കി വെച്ചിരിക്കുന്ന ഇടത്തിൽ അവൾ ദൈവത്തെ ഉയർത്തുന്നവളായിട്ടാണ് ഇരിക്കുന്നത്. താങ്ക് യു ലോർഡ് ഹല്ലേലൂയ. അതുകൊണ്ട് ശേഷം പിന്നെ എന്ത് നടക്കുന്നു? രാജാവിന്റെ അടുത്ത് എന്ന് താങ്ക് യു ലോർഡ് ഈ നയമാൻ വിവരങ്ങളൊക്കെ പറയുന്നു. താങ്ക് യു ലോർഡ്. എനിക്ക് എൻ്റെ ബാല്യക്കാരത്തി ഇന്നപ്രകാരമൊക്കെ പറയുന്നു, അതുകൊണ്ട് എനിക്ക് സൗഖ്യം ലഭിക്കുമെന്നാണ് അവൾ പറയുന്നത്. അതുകൊണ്ട് എനിക്ക് ഇസ്രയേൽ വരെ പോകുവാനായിട്ടുള്ള പെർമിഷനും കാര്യങ്ങളൊക്കെ എന്ന് നൽകണം. അതിന് രാജാവ് അതിന് എഗ്രിയായി. താങ്ക് യു ലോർഡ്. രാജാവ് ചില എഴുത്തും കൂടെ കൊടുക്കുകയാണ്. എഴുത്തിന്റെ ഭാഗങ്ങളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആമേൻ, ഇത് കേൾക്കുന്ന ഇസ്രയേൽ രാജാവ് അല്ലെങ്കിൽ എഴുത്ത് കൊടുത്തുവിടുന്നത് ആർക്കാ കൊടുത്തുവിടുന്നത്? ഇസ്രയേൽ രാജാവിനാണ് കൊടുത്തുവിടുന്നത്. ഇസ്രയേൽ രാജാവ് ഭ്രമിക്കുന്നു. ഹല്ലേലൂയ. എന്തുകൊണ്ട് ഭ്രമിക്കുന്നു? ഹല്ലേലൂയ. ഇത് മനുഷ്യരാൽ അസാധ്യമായ കാര്യമാണ്. ഇപ്രകാരം ഒരു എഴുത്ത് കൊടുത്തുവിട്ട് ഈ കുഷ്ഠരോഗം സൗഖ്യമാക്കുക എന്നുള്ളത് ഇമ്പോസിബിൾ ആയിട്ടുള്ളതായ കാര്യമാണെന്നുള്ള കാര്യം മാനുഷികമായ രീതിയിൽ ഇസ്രായേൽ രാജാവ് നന്നായി തിരിച്ചറിഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, താങ്ക് യു ലോ, വെറുതെ പ്രശ്നം ഉണ്ടാക്കുവാൻ വേണ്ടി അരാം രാജാവ് ഒരു എഴുത്ത് കൊടുത്തു വിട്ടിരിക്കുന്നു. എന്ത്? താങ്ക് യു ലോ, തന്റെ ഹല്ലേലൂയ സേനാധിപന് സൗഖ്യം വേണം എന്ന്, സൗഖ്യം നീ വരുത്തി കൊടുക്കണം. താങ്ക് യു ലോ. ഇമ്പോസിബിൾ ആയിട്ട് മാനുഷികമായ രീതിയിൽ ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം ഇസ്രായേൽ രാജാവിന് തോന്നുന്നുവെങ്കിലും ദൈവം ആർക്ക് അറിവ് കൊടുക്കുന്നു? ഹല്ലേലൂയ. എലീശ പ്രവാചകൻ അറിവ് കൊടുക്കുന്നു. അദ്ദേഹം ആരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉള്ള വ്യക്തിയാണ് എലീശ പ്രവാചകൻ. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തോട് കമ്മ്യൂണിക്കേഷൻ ഉള്ള വ്യക്തിയാണ്. ഈ ഇസ്രായേൽ ബാലികയെ പോലെ ദൈവവുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉള്ള വ്യക്തിയാണ്. കാര്യമില്ലായിരുന്നുവെങ്കിലും അവളുടെ മാതാപിതാക്കളൊന്നും അവളുടെ സമീപത്തില്ലായിരുന്നുവെങ്കിലും ഹല്ലേലൂയ അവളുടെ സമീപത്തുള്ളത് യഹോവയുടെ സാന്നിധ്യം അവൾ തിരിച്ചറിഞ്ഞിട്ട് ഹല്ലേലൂയ യഹോവയുടെ സാന്നിധ്യം അവൾ തിരിച്ചറിഞ്ഞ് അവൾ പറഞ്ഞതും ആമേൻ ഹല്ലേലൂയ. ഇപ്പുറത്ത് ഇസ്രായേലിൽ ആരുണ്ട്? ഒരു പ്രവാചകനുണ്ട്, ദൈവവുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന ഒരു പ്രവാചകനും. അപ്പം രണ്ടുപേരും കമ്മ്യൂണിക്കേഷൻ ആരുമായിട്ട് നടത്തുന്നു? ദൈവവുമായിട്ട് നടത്തുന്നു. രാജാക്കന്മാർക്കൊന്നും ഈ തിരിച്ചറിവില്ലാതിരിക്കുമ്പോൾ, പ്രഭുക്കന്മാർക്കൊന്നും ഈ തിരിച്ചറിവില്ലാതിരിക്കുമ്പോൾ ചെറിയ ബാലികയായിരിക്കുന്ന ഈ പെൺകുട്ടി ആരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നു? അവൾ സ്ലേവ് ആയിരിക്കുന്ന സമയത്തും യഹോവയുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. മറിച്ച് ഇപ്പുറത്ത് ഹല്ലേലൂയ താങ്ക് യു ലോർഡ് പ്രവാചകനായിരിക്കുന്ന എലീശ പ്രവാചകനും ദൈവവുമായിട്ട് അല്ലെങ്കിൽ യഹോവയുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യം. ഹല്ലേലൂയ. മനുഷ്യരാൽ അസാധ്യമായിട്ടുള്ളതായ കാര്യങ്ങളെ ചെയ്തെടുക്കുവാൻ മനുഷ്യന്റെ ചിന്തയിൽ അസാധ്യമെന്ന് നമ്മൾ അല്ലെങ്കിൽ മനുഷ്യൻ, സാധാരണ മനുഷ്യൻ, അല്ലെങ്കിൽ ഈ ലോകത്തിലെ ധനവാന്മാർ, അല്ലെങ്കിൽ ഈ ലോകത്തിലെ ജ്ഞാനികള്, ഈ ലോകത്തിലെ ഡോക്ടർമാർ, ഈ ലോകത്തിലെ സയന്റിസ്റ്റ് ഹല്ലേലൂയ ആമേൻ അവർക്കൊന്നും സാധിക്കാതിരിക്കുമ്പോൾ ഹല്ലേലൂയ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പൈതലിന് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നുള്ള കാര്യം, നമ്മൾ വിളിച്ചപേക്ഷിക്കുന്ന കാര്യം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലിൽ നമ്മൾ മനസ്സിലാക്കിയിരുന്ന നല്ലതാണ്. പേരിനും വേണ്ടി ഒരു ക്രിസ്ത്യാനിയായിട്ടിരിക്കുക മാത്രമല്ല, മനുഷ്യരാൽ അസാധ്യമായത് എന്റെ ദൈവത്താൽ സാധ്യമാണ്. ഹല്ലേലൂയ. വിശ്വസിക്കുക. ബാലിക എന്ത് പറയുന്നു? ഹല്ലേലൂയ. യജമാനൻ ഒന്ന് ചെല്ലണം. ഹല്ലേലൂയ. യജമാനൻ അവക്ക് യജമാനന് സൗഖ്യം കിട്ടും. ഹല്ലേലൂയ. എവിടെ ചെന്നാൽ പ്രവാചകന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ, ഇവിടെ അതിനുശേഷം പിന്നീട് എന്താണ് നടക്കുന്നത്? പ്രവാചകന്റെ അടുത്ത്
ഈ ആമേൻ ഹല്ലേലൂയ നമ്മെ സേനാധിപതിയെ കടന്നു എന്ന് കഴിഞ്ഞപ്പോഴത്തെ പ്രവാചകൻ പറയുന്ന കാര്യം എന്താണ്? താങ്ക്യൂ. പ്രവാചകൻ പറയുന്നു, ആമേൻ, നീ യോർദാൻ നദിയിൽ പോയിട്ട് 7 പ്രാവശ്യം ഒന്ന് മുങ്ങി ഒന്ന് കുളിക്കണം എന്ന് പറയുന്നു. താങ്ക്യൂ. ആരോടാ പറയുന്നത്? സിറിയക്കാരനായ സേനാധിപതിയോട് പറയുക. ഒരു കാര്യം മനസ്സിലാക്കുക, പ്രവാചകന് ഇവിടെ പറയുവാനായിട്ടുള്ളത്, നീ ചെന്ന് ഇവിടെ ചെല്ലണം, നീ യോർദാനിൽ തന്നെ ചെല്ലണം. അദ്ദേഹം അവിടെ ചില എതിർപ്പുകളൊക്കെ കാണിക്കുന്നു. എന്താ, എൻ്റെ നാട്ടിൽ വേറെ നദിയൊക്കെ നല്ല ഇതിലുമൊക്കെ നല്ല ബെറ്റർ ആയിട്ടുള്ള വെള്ളമൊക്കെ ഉണ്ട്, ബെറ്റർ ആയിട്ടുള്ള നദിയൊക്കെ ഉണ്ട്, പിന്നെ ഞാൻ അവിടെ കുളിച്ചാൽ പോരെ, പിന്നെ ഈ യോർദാനിലെ കലക്കവെള്ളത്തിൽ ഇറങ്ങേണ്ട കാര്യമെല്ലാം ഉണ്ടോ? താങ്ക്യൂ. ഞാൻ ഈ ഭാഗം വായിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ചിലതൊക്കെ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കി തന്നു. നിന്റെ ജീവിതത്തിൽ വിടുതൽ നടക്കണമെന്നുണ്ടെങ്കിൽ നീ യോർദാനിൽ തന്നെ ഇറങ്ങണം. ഒത്തൊരുത്തമായ രീതിയിൽ, അല്ലെങ്കിൽ നീ എവിടെയാണ് വന്നിരിക്കുന്നത്, നീ ഇസ്രയേലിൽ വന്നിട്ടുണ്ട്, അത് പോരാ. ഹല്ലേലൂയ. അതുകൊണ്ട് മാത്രം നിന്റെ ജീവിതത്തിൽ വിടുതൽ നടക്കുന്നില്ല. താങ്ക്യൂ. ആമേൻ. ഇവിടെ പ്രവാചകൻ വളരെ അണ്ടർലൈൻ ഇട്ട് പറയുന്നു, നീ യോർദാനിൽ ചെല്ലണം. ഹല്ലേലൂയ. യോർദാനിലെ വെള്ളത്തിൽ നീ മുങ്ങണം. ഹല്ലേലൂയ.